ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പെട്ടെന്ന് തന്നെ മാനസ വരുന്നുണ്ട് കേട്ടോ. കൺമണിയും അതുപോലെ ക്രഷും ഒരിക്കലും തന്നെ ഇപ്പോൾ മാനസ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മാനസ വന്നു. അതിനുശേഷം തന്നെ ക്രഷിനോട് പറയുന്നുണ്ട്, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പിന്നെ കൺമണിയോടും ആയിട്ടും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണി, ക്രഷിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം. കൃപയുടെയും കൺമണി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പോവാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കോളൂ, ഞാനിപ്പോൾ വരാം, കൃഷ്ണനെ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോകട്ടോ. കൃഷ്ണനാണെങ്കിലോ കൺമണിയെ നോക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. അതുപോലെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം കൺമണി തൻ്റെ താലിമാല എടുത്ത് നോക്കുന്നുണ്ട്. കാരണം തൻ്റെ ഭർത്താവാണ് ക്രഷ്, അതുകൊണ്ട് തന്നെ അത് വേറൊരാൾ സ്വന്തമാക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കൺമണിക്ക്. അതിനുശേഷം തന്നെ റൂമിൽ വെച്ച് തന്നെ നമ്മുടെ മാനസിക്ക് കൃഷിനോട് ഒരുപാട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതുപോലെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അതിനുശേഷം തന്നെ, എന്താ മാനസ നീ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ, ആൻറ്റി അങ്ങളൊക്കെ ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വന്നാൽ മതിയായിരുന്നു. എന്നാൽ എനിക്കിവിടെ നിൽക്കാമല്ലോ. കൃഷ്ണനെ ഞാൻ ആകെ മാറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മാനസ എന്ന് പറയുമ്പോൾ, ഇനിയും സമയമുണ്ടല്ലോ, എന്തായാലും ഇപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി കുളിച്ചില്ലല്ലോ, ഞാൻ കുളിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോവാം കേട്ടോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്ന് പറയുന്നു. നാണമാണല്ലേ, സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ. അതിനുശേഷം തന്നെ മാനസ കൺമണിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. കൺമണിയോട് യാത്ര പറയുന്നുണ്ട്. കൺമണി, നീ എന്താ, നിൻ്റെ മുഖത്ത് എന്തെങ്കിലും വിഷമം പോലെ? കൃഷിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? അത് കൃഷിനെ നീ സ്വന്തമാക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മേഡം, ഞാൻ ചുമ്മാ പറഞ്ഞതാ കൺമണി, എനിക്ക് നിന്നെ അറിയില്ലേ, നീ മിടുക്കിയായൊരു പെൺകുട്ടിയാണ്. മറ്റാരും തന്നെ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിലും നിനക്കുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ ആ കൃഷിനെ എപ്പോഴേ സ്വന്തമാക്കാമായിരുന്നു. അതിനുള്ള അവസരം എത്രയും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ കൺമണി, പോവാൻ റെഡി ആയിക്കോ, എന്തായാലും ഞാനുണ്ടല്ലോ ഇവിടെ, ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്കിളും ആൻറ്റി വരുന്നവരെ ഞാനുണ്ടാവും എന്ന് പറയുന്നു. പിന്നെ മാനസ കൺമണിക്ക് പൈസ കൊടുക്കുകയാണ്. എന്താ മേഡം ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കൺമണി വെച്ചോളൂ കൺമണി, കൺമണിക്കുള്ളതാണ്, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇതിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ചെയ്തത്. കൺമണി, ഈ നമ്മുടെ കഷ്ടപ്പാടും അതുപോലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും എല്ലാം തന്നെ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയി ജോലി ചെയ്താലൊന്നും മാറും തോന്നില്ല. അതിന് പൈസ തന്നെ വേണം, അതാണ് എൻ്റെ പോളിസി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് വേണ്ടി തന്നെ ചെയ്യേണ്ടേ കൺമണി എന്ന് പറയുന്നു. അതുകൊണ്ട് നീ ഇത് വെച്ചോ എന്ന് പറയുന്നു. അതിന് കൺമണി ആ പൈസ ഏൽപ്പിച്ചിട്ട് മാനസ അകത്തേക്ക് പോവാട്ടോ. വീണ്ടും കൺമണിക്ക് നല്ല വിഷമാവുന്നുണ്ട്. പിന്നെ മനോജാണെങ്കിലോ അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് വരുണിനെ കാണാനായിട്ട് വരാനായിട്ട് പറ്റില്ല. കാരണം ബൽറാം സാറിൻ്റെ അമ്മ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എങ്ങോട്ടോ പോകണം എന്നുള്ളത്. എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്യും, വൈകുന്നേരം ഞാൻ വരുണിനെ കാണാൻ വരുമെന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ പോയിട്ട് വരുമെന്ന് പറയുന്നു. മനുഷ്യൻ തന്നെ എന്താ ഇപ്പോൾ ചെയ്യുക, പൈസ ഇല്ലാതെ ധനലക്ഷ്മിയോടൊക്കെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മിയാണെങ്കിൽ 5ൻ്റെ പൈസ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നേരെ കൺമണിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു. കൺമണിയാണെങ്കിൽ കൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ കൃഷ് സാറ് 1-2 ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷമാകുമായിരുന്നു. എന്താ സാർ അങ്ങനെ പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നു. അതോ മാനസയെ കണ്ടപ്പോൾ എന്നോടുള്ള സ്നേഹം പോയോ എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേന് അച്ഛൻ വിളിക്കുന്നുണ്ട്, മോളെ നീ എവിടെയാണ്? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, വരുണിനെ കാണാനായിട്ട് പോകും. വരുണിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാവുന്നതല്ലേ. അച്ഛാ, 2 ദിവസം കഴിയട്ടെ, വരുണ് റെസ്റ്റ് എടുക്കട്ടെ. അത് ശരിയല്ല മോളെ, കാരണം നാട്ടുനടപ്പ് അനുസരിച്ച് നമ്മൾ ആരെങ്കിലും പോയി അന്വേഷിച്ച് തന്നെ വരണം. മോള് വിഷമിക്കേണ്ട, മോള് പോയിട്ട് വാ എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ വരുണിനെ എങ്ങനെ കാണാൻ പോകും, കാരണം തല്ലിയത് ഞാനല്ലേ, അവനത് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. വരുണും നഴ്സും അച്ഛനും നിൽക്കുന്ന സമയത്ത് തന്നെ വരുണിനാണെങ്കിൽ സംസാരിക്കാനേ പറ്റുന്നില്ല. നല്ല പോലെ എല്ലാ സ്ഥലത്തും പൊട്ടലുണ്ട്. അത് കാരണം ദേഷ്യത്തോടു കൂടി നഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. ഇത് പോലീസ് കേസാക്കി കൂടായിരുന്നോ, അല്ലെങ്കിൽ ഇനിയും ഈ ഗുണ്ടകൾ വന്ന് ആക്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വരുണിനാണെങ്കിലോ ഒന്നും പറയാൻ പറ്റാതായി. അതിനുശേഷം തന്നെ കൺമണി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. തല കുനിച്ച് വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വരുണ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. അപ്പോഴത്തേനും വരുണ് കൺമണിയെ കാണുമ്പോൾ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞുന്നുണ്ട്. മോനെ, നിന്നോട് പറഞ്ഞില്ലേ പെട്ടെന്ന് തല ഒടിക്കരുതെന്ന്, എല്ലാ സ്ഥലത്തും പൊട്ടലുണ്ട് മോളെ, എന്താണ് ഇപ്പോൾ ചെയ്യുക? ഇവൻ ഏതോ ഗുണ്ടകൾ രാത്രി ആക്രമിച്ചതാണ്. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഓരോ പ്രശ്നങ്ങൾ, എന്താപ്പോൾ ചെയ്യാനാ, ഇവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും അടിച്ചവൻ ഏതായാലും മിടുക്കനാണ്, നല്ല സ്ഥലം, പൊട്ടുന്ന സ്ഥലം അല്ലാതെ ഇനി ഇവൻ്റെ
ശരീരത്തിൽ വേറെ സ്ഥലമുണ്ടോ എന്ന് എനിക്കേ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറച്ച് ദിവസം നല്ല റെസ്റ്റ് വേണമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മോളെ ഒറ്റയ്ക്കാണോ വന്നത് ചോദിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മൺമണിക്ക് ഒരു കോള് വന്നിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ലക്ഷ്മി വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെവിടെയാണ്? നിങ്ങളെ കാണാതെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല എന്ന് കൺമണി തുറന്ന് തന്നെ പറയുന്നു. എന്തായാലും കൺമണിയെ ഞാൻ കാണാൻ തന്നെ വന്നത്. അങ്ങനെ കൺമണി ഒന്ന് തിരിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാനാണ് കൺമണി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാവുന്ന ആ കൂട്ടുകാരി എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും എപ്പോഴും ശരിയാവാറുണ്ട്. എന്താണ് ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൺമണിക്ക് എന്നെ കാണണമെന്നല്ലേ പറഞ്ഞത്, കണ്ടു. ഇനി എന്തൊക്കെയാണ് എൻ്റെ ഉദ്ദേശമൊന്നും അതുപോലെ ഞാൻ ആരാണെന്നുള്ളതും പതിയെ പറയാം കൺമണി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ കൃഷിൻ്റെയും കൃപയുടെയും നിൻ്റെ ജീവിതം ആപത്തിലാണെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവാറുണ്ട്. ഇതും അപ്പോൾ ശരിയാവുമല്ലേ? അപ്പോൾ കൃഷിൻ്റെ കൂടെ തന്നെ കൺമണി വേണം, എപ്പോഴും വേണം, അല്ലെങ്കിൽ കൃഷിൻ്റെ ജീവിതം ആപത്തിലാണെന്ന രീതിയിലൊക്കെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൺമണിക്ക് ആകെ ടെൻഷനായി അവിടെ നിന്ന് പോരുകയും ചെയ്തു. മാനസയാണെങ്കിലോ കൃഷിൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കൺമണിയായിട്ടോ കാണിക്കുന്നത്.